മാത്രമല്ല പിന്നെ പേരോട് ഇവിടെ വന്നിട്ട് പറഞ്ഞ മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കൽ എന്താ നിങ്ങളെ അത് കേൾപ്പിച്ചു കൊടുക്കുക. മുഹിയുദ്ദീൻ ഷെയ്ഖ് അദ്ദേഹം അദ്വൈതവാദം പറഞ്ഞ വ്യക്തിയാണ്, അതെ ബഹുദൈവത്വം പേറിയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു എഴുതി അൽമനാറിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നാരായണ പ്രതിമ എന്ന ശങ്കരാചാര്യരുടെ സിദ്ധാന്തക്കാരനാണെന്നല്ലേ 980 ജൂലൈയിൽ അൽമനാറിൽ എഴുതി വെച്ചത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നാരായണ പ്രതിമ എന്ന ശങ്കരാചാര്യരുടെ സിദ്ധാന്തക്കാരനാണെന്നല്ലേ 980 ജൂലൈയിൽ അൽമനാറിൽ എഴുതി വെച്ചത്. ഓക്കെ മതി, ഇതാണ് അൽമനാർ. ആ അൽമനാർ ഇതാണ്, കാണാൻ പറ്റും നിങ്ങൾക്ക് സ്ക്രീനിൽ. 1980 ജൂലൈയിൽ വന്ന അൽമനാർ. ആ അൽമനാറിലെ PM അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ വ്യക്തി, അതുപോലെ തന്നെ ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുകൊണ്ട് അദ്ദേഹം അദ്വൈതവാദിയാണ് എന്ന് നമ്മൾ എഴുതി വെച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ അൽമനാർ ഇതാണ്. പക്ഷെ അദ്വൈതവാദിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞത് ഏത് ഷെയ്ഖിനെ കുറിച്ചാ? നിങ്ങളെ മാലയിൽ പറഞ്ഞ ഷെയ്ഖിനെ കുറിച്ചാണ്, നിങ്ങളുടെ കള്ള ഷെയ്ഖിനെ കുറിച്ചാണ്, അല്ലാതെ യഥാർത്ഥ ഷെയ്ഖിനെ കുറിച്ചല്ല എന്നുള്ളത് ഇതാ 19 കാണിച്ചു കൊടുക്കുക സ്ക്രീനില്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ ഉസ്താദന്മാർ ഈ അൽമനാറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോ അന്നത്തെ മുജാഹിദ് നേതാക്കന്മാർ അൽമനാറിൽ ഒരു വ്യക്തത വരുത്തി. പേരോടിനെ പോലത്തെ കുതന്ത്രവാദികൾ അന്നുണ്ടായിരുന്നേ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വ്യക്തത വരുത്തി. അൽമനാറിന്റെ 46-ാമത്തെ പേജില് അത് കൃത്യമായിക്കൊണ്ട് KP മുഹമ്മദ് മൗലവി അതിന് വിശദീകരണം കൊടുത്തു. എന്താ എഴുതി വെച്ചത് കേട്ടോളേ, ആ കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുന്നത്? ഷെയ്ഖ് ജീലാനിയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ത്വരീഖത്തുകാരുടെ അനിസ്ലാമിക വാദങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ തന്നെയാണെന്ന് തീർത്തു പറയാൻ നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. ഷെയ്ഖിന്റെ സ്വന്തം ഗ്രന്ഥങ്ങൾ മുഖേനയായിരിക്കണം അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത്. ആ നിലക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു അദ്വൈതവാദി എന്ന് പറയാൻ വേണ്ടത്ര തെളിവുകളില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ 1980 അൽമനാറിൽ വന്ന അദ്വൈതവാദി എന്ന് പ്രയോഗിച്ചത് നിങ്ങളെ മാലയിൽ വന്ന ഷെയ്ഖിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഷെയ്ഖില്ല. മലക്കുകളെ വരട്ടിയ, അള്ളാന്റെ മേലെ നിങ്ങൾ കൊണ്ടുപോയിരുത്തിയ, കള്ളത്തരങ്ങൾ പറയുന്ന ആ ഷെയ്ഖ് ജീലാനിയ ഇന്നും ഞങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു ഷെയ്ഖിനെ ലോകം പരിചയപ്പെടുത്തിയിട്ടില്ല, ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരന്റെ മുഹിയുദ്ദീൻ മാലയിലൂടെയല്ലാതെ. അതിനെയാണ് KP ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? തെറ്റിദ്ധരിപ്പിക്കാന്ന് വിചാരിച്ചോ?